തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതായി സുമയ്യ. സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും കിട്ടിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സുമയ്യ പറയുന്നു. എനിക്ക് നല്ല സങ്കടമായി. ഞാൻ പ്രതീക്ഷിച്ചു, ഇവിടെ നിന്ന് പോയപ്പം പ്രതീക്ഷയില്ലാണ്ട് പോയി. അവിടെ ഇത് നോക്കിയപ്പോഴത്തേക്ക് ചലനമുണ്ട്. അപ്പം ഫാമിലിയിട്ട് വന്ന് ചോദിച്ചിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. ഇത് രണ്ടറ്റവും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇത് ഒട്ടിപ്പോയി, അല്ലാതെ ബാക്കിയുള്ളിടം ഒട്ടിയിട്ടില്ല. അപ്പം ഇത് എടുക്കണ്ട, അതവിടെ ഇരുന്നോട്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. നിയമമായിട്ട് മുന്നോട്ട് പോകാം. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഗുരുതരമായ ചികിത്സാ പിഴവിൻ്റെ ഇരയായി ആ 26 വയസ്സുള്ള യുവതി മാറുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇന്നലെ മെഡിക്കൽ ബോർഡാണെങ്കിൽ ഈ ഗൈഡ് വയർ നീക്കം ചെയ്യുന്നത് സങ്കീർണമാണ്, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം സുമയ്യെ അറിയിച്ചു കഴിഞ്ഞു. ഇനി തുടർ നടപടി എന്നുള്ള നിലയിൽ എന്താണ് സുമയ്യ ആലോചിക്കുന്നത്? റിനു ശ്രീധർ. റിജിത്ത്, ഈ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യയുടെ നിസ്സഹായ അവസ്ഥ 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. തുടർന്നാണ് ആരോഗ്യ വകുപ്പ് അടക്കം ഇടപെടുകയും സർക്കാർ അടക്കം ഉണർന്നു പ്രവർത്തിക്കുകയും ഒരു വിദഗ്ധ സമിതിയെ തന്നെ തീരുമാനിച്ച പരിശോധന നടത്തുകയും ചെയ്തത്. ആ പരിശോധനയിൽ ഗൈഡ് വയർ പുറത്തെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുമയ്യ അഡ്മിറ്റ് ആവുകയും ഒരു സർജറി നടത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ സർജറിയിൽ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാം എന്നുള്ള ഒരു ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്ന് ഉച്ചയോടുകൂടിയാണ് എടുക്കാൻ കഴിയില്ല, ഈ ഗൈഡ് വയറിന്റെ രണ്ടറ്റവും ശരീരത്തോട് ചേർന്ന് ഒട്ടിപ്പോയി എന്നുള്ളതാണ് ഇവർ മറുപടിയായി ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള രക്തസ്രാവം അടക്കമുള്ള ഉണ്ടാവുകയും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ജീവന് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്യുന്നുള്ളൊരു നിർദ്ദേശം. അതിനെ തുടർന്നാണ് ഈ സർജറി അല്ലെങ്കിൽ ഒരു മേജർ സർജറി തന്നെ നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. തുടർന്ന് ഇവർ അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിലേക്ക് പോകവെയാണ് സുമയ്യ പ്രതികരിച്ചത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എത്തിയത്, പക്ഷേ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം മനോവിഷമം ഉണ്ടായി എന്നുള്ളതാണ് സുമയ്യ പ്രതികരിക്കുന്നത്. ഒപ്പം ഇവർ ആദ്യം മുതൽക്ക് തന്നെ ആവശ്യപ്പെടുന്നത് ഗുരുതര പിഴവാണ് ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സർക്കാർ ജോലിയും അതുപോലെ തന്നെ നഷ്ടപരിഹാരവും നൽകണമെന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് ഇല്ല എങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ സുമയ്യ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സുമയ്യ ഡിസ്ചാർജ് ചെയ്തപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. രജിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.